UCF-ന്റെ മൂന്നാമത് കൺവെൻഷനിൽ വന്ന് പങ്കെടുക്കാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് എന്നെ ക്ഷണിക്കുകയും ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഇതുവരെയും എന്നെ പരിരക്ഷിക്കുകയും സൂക്ഷിക്കുകയും അധികം വെയിറ്റ് കൂടരുതെന്നുള്ള ലക്ഷ്യത്തോടുകൂടെയാണ് വന്നത്. എന്നാലും വെയിറ്റ് അല്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിന് കാരണക്കാരാരാണെന്നൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ വയറിങ്ങനെ കൂടുതൽ ചാടിയാൽ ഞാൻ പറയും ലണ്ടനിലുള്ള ആളുകളുടെ സ്നേഹമാണ് ഇതിനകത്ത്. അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനായി ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു, ക്ഷണിച്ചതിനായി നന്ദി അറിയിച്ചുകൊള്ളുന്നു, പ്രാർത്ഥനയ്ക്കായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാത്തിനും ഉപരിയായിട്ട് നിങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടെ ഓരോ യോഗത്തിലും ഒന്ന് പങ്കെടുത്തിലും പ്രാർത്ഥനാപൂർവം അവിടെ ആയിരുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്ദി അറിയിച്ചുകൊണ്ട് ഈ കടസി യോഗത്തിന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-3 വാക്യങ്ങൾ. John chapter 14 verses 1-3. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, പിന്നെയോ നിങ്ങൾ വിശ്വസിപ്പേ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കുവാൻ പിന്നെയും അത് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. What a comforting words. Do not be worried and upset. Let not your heart be troubled, but believe. If I go and prepare a place for you, I will come again and receive you to myself, and where I am, there you may also be. പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കർത്താവിൽ അവിടുത്തെ വചനത്തിനായിട്ട് ശ്രമിക്കുന്നു. അവിടുത്തെ വചനം സത്യമാകിയാൽ സ്തോത്രം, അവിടുത്തെ വാഗ്ദത്തങ്ങൾ മാറ്റമില്ലാത്തതാകിയാൽ ശ്രമിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാത്രി അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ തിരുസാന്നിധ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ when we are trying to triumph over distressing situations, because we all face one situation or the other. ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസ പ്രതികൂല സാഹചര്യങ്ങളെ നാം നേരിടുന്നു. ഒരാൾ പറഞ്ഞു, സമുദ്രത്തിൽ തിരമാലകളുണ്ടല്ലോ, അതുപോലെ ആ ജീവിതത്തിലെ കഷ്ടതയും ദുഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളത്. സാഹചര്യങ്ങൾ നമ്മെ ഞെക്കി ഞെരുക്കുവാൻ തുടങ്ങുമ്പോൾ നാം അവരുടെ മേൽ ആധിപത്യം നടത്താനാണ് കർത്താവ് വഴിയൊരുക്കിയിരിക്കുന്നത്. Need not allow those circumstances to rule over you, but we are to rule over the circumstances. അപ്പൊ അതിന് some people develop skills, വൈദഗ്ധ്യം. എന്തൊക്കെ പഠിച്ചാൽ, എങ്ങനെയൊക്കെ ചെയ്താൽ, എന്തൊക്കെ പാലിച്ചാൽ നമുക്ക് സാഹചര്യങ്ങളെ അതിജീവിക്കാം. ഡെവലപ്പിംഗ് സ്കിൽസ്. പക്ഷേ ഇത് സോഷ്യൽ സയന്റിസ്റ്റിന്റെ ഡേറ്റയാണ്. അവർ പറയുന്നത് നമ്മുടെ വൈദഗ്ധ്യമൊക്കെ നേടാമെങ്കിൽ എത്ര നേടിയാലും പ്രായോഗിക ജീവിതത്തിൽ വിജയത്തിന് അതിന് 15% നമ്മളെ ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. 85% എന്താണ്? അതിനുള്ള ക്യാരക്ടർ ക്വാളിറ്റി നമ്മളുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യണം. It is not merely
skills that he developed. But 85% contribution is ഏത് രീതിയിലുള്ള ഒരു ആളത്വത്തിന്റെ ഉടമയാണ് നമ്മള്. എത്രയോ പേർക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാം, പക്ഷെ അവര് പരാജിതരായി കഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? അവരുടെ ആളത്വത്തിൽ അതിൻ്റെ ഗുണമൊന്നും കയറിയിട്ടില്ല. തലക്കകത്ത് കയറി കാണും, പക്ഷേ ഒരടി താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അതല്ലയോ ചന്ദ്രനെ പോയ ഒരു മനുഷ്യൻ കുറച്ചുനാൾ കഴിഞ്ഞ് ഡിസില്യൂഷനായി. അവസാനം അയാള് മദ്യപാനത്തിലും വല്ലാത്ത ജീവിതത്തിലേക്കൊക്കെ പോയി. എന്നാൽ തൻ്റെ അയലത്തുകാരൻ്റെ വീട്ടിൽ നടന്ന ഒരു ബൈബിൾ സ്റ്റഡിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ചന്ദ്രരാത്രികന് യേശുവിനെ അറിയാനായിട്ടിടയായിത്തീർന്നു. അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, ഭൂമിയിൽ നിന്നും ചന്ദ്രനിൽ പോയി വരുവാൻ അധികം നേരമൊന്നും എടുത്തില്ല, എന്നാൽ എൻ്റെ ആത്മീയ സത്യങ്ങൾ എൻ്റെ തലമണ്ടയിൽ നിന്നും ഹൃദയത്തിലേക്ക് വരുവാൻ ഇത്രയും വർഷം എടുത്തല്ലോ എന്ന്. അങ്ങനത്തെ ആളുകളിലൂടെ വന്നിരിപ്പുണ്ടോ? എത്ര കൺവെൻഷനാ അറ്റൻഡ് ചെയ്യുന്നത്, എത്ര ദൂതുകളാണ് കേട്ടിട്ടുള്ളത്. മൂണിൽ ലാൻഡ് ചെയ്ത ആൾ പറഞ്ഞതുപോലെ മൂണിൽ പോയിട്ട് വരാനായിട്ട് അധികം നാളൊന്നും എടുത്തു. അങ്ങോട്ടിൽ എത്രയോ കാലം എടുത്തു ഈ 1 ഫുട്ട് ഒന്ന് ട്രാവൽ ചെയ്യാനല്ലേ, 2 അടി തലയിൽ നിന്നും ഹൃദയത്തിലോട്ട്. എന്നുവെച്ചാൽ അത് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ആയിട്ടാണ് ഹൃദയം എന്ന വാക്കോട് ഉപയോഗിച്ചത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, നമുക്കറിയാം എന്താണ് അത്. സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാനായിട്ട് കുറെ വർഷം എടുക്കണം. നമുക്കാർക്കും ആ മണ്ടത്തരം വരാതിരിക്കട്ടെ. എത്രയും വേഗം ഈ സാഹചര്യങ്ങളുടെ മേൽ ഭരണം നടത്തി ആധിപത്യം നടത്തി വിജയം വരിക്കാനുള്ള ആളത്വത്തിന്റെ ഉടമയായി തീരുവാൻ നമ്മുടെ വചന കേൾവി ഇടയാകുമാറാകട്ടെ. 85% is the contribution to triumph over by way of developing a character quality in you rather than the skills. Skills are important, but they help only 15%. ഏത് സാഹചര്യത്തെയും നാം നേരിടുമ്പോൾ ഇതൊരു ചാർട്ടാണ്. അവിടെ നിങ്ങളൊരു വര മനസ്സ് വരച്ചിരിക്കുന്നതൊക്കെ കാണാം. ആ വരയുടെ പേരെന്താണ്? ലൈൻ ഓഫ് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അതിർത്തി രേഖ. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കും. ആ രേഖയുടെ മുകളിലും താഴെ എഴുതിയിരിക്കുന്നത് എന്താ? താഴെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ്? തിങ്സ് ദാറ്റ് യു ഫീൽ ആർ പോസിബിൾ. സാധ്യം, സാധ്യകരം, സാധ്യമായത് അനുദിന ജീവിതത്തിൽ നടക്കാനും കഴിക്കാനും കുക്ക് ചെയ്യാനും ജോലി ചെയ്യാനും കഴിയും, പോസിബിൾ. എന്നാൽ ആ വരയുടെ മുകളിൽ എന്തോ എഴുതിയിരിക്കുന്നത്? seemingly impossible things. Impossible, അസാധ്യം, അസാധ്യം. അപ്പോൾ അസാധ്യത്തെയും സാധ്യത്തെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖയ്ക്കാണ് പരിമിതിയുടെ രേഖ എന്ന് പേരിട്ടിരിക്കുന്നത്, ലൈൻ ഓഫ് ലിമിറ്റേഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടാകുന്നത്. പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അസുഖങ്ങൾ, ഫൈനാൻഷ്യൽ പ്രോബ്ലം. അപ്പോഴെന്തോ ചെയ്യുന്നു? നമ്മൾ ആ ലൈനിനെ മേളിൽ കാണുന്നത് ഒന്ന് താഴേക്ക് നീക്കി വരയ്ക്കുന്നു. താഴെ ലൈനില്ലേ, ലോവർ ചെയ്യുന്നു, താഴേക്ക് നീക്കി വരച്ചിരിക്കുന്നു. അപ്പൊ താഴേക്ക് നീക്കി വരച്ചിരുന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? പരിമിതിയുടെ രേഖ താഴെ വന്നാൽ ഒരിക്കൽ നമ്മെ കൊണ്ട് ചെയ്യുവാൻ കഴിയും എന്നുള്ള ഒരു പേരുണ്ടായി രേഖയുടെ മുകളിലായി പോയി. Once it was possible, but now it is not possible. കണ്ടോ, ഒരു കഷ്ടത അല്ലേ?
temptation to lower the line of limitation. പരിമിതിയുടെ രേഖയെ താഴേക്ക് കൊണ്ടുവരുവാൻ ധാരാളം പരീക്ഷകൾ നാം നേരിടുന്നു. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ ആ രേഖയെ മുകളിലോട്ടങ്ങ് വരച്ചാൽ എന്ത് സംഭവിക്കും? To raise the line of limitation. അപ്പൊ നോക്കിക്കേ, വെള്ളത്തെ ലൈൻ എവിടെ വന്നു? ഇമ്പോസിബിൾ എന്ന് ഒരിക്കൽ പറഞ്ഞത് ഇപ്പൊ ലൈനിന്റെ അടിയിലായി. That means the impossible is now made possible. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ ലൈനിനെ വാസ്തവത്തിൽ മുകളിലോട്ടും വരയ്ക്കുന്നുണ്ട്, താഴോട്ടും വരയ്ക്കുന്നുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദി സർക്കംസ്റ്റൻസസ് വി ഫേസ്. അത് ഈ സ്ക്രീനിലല്ല വരയ്ക്കുന്നത്, പേപ്പറിലുമല്ല വരയ്ക്കുന്നത്, നമ്മുടെ മനസ്സിലാണ് വരയ്ക്കുന്നത്. The line is in our mind. Now, how to make possible the seemingly impossible? അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കി തീർക്കാൻ എന്ത് ചെയ്യണം? Raise the line of limitation. അതല്ലേ വിശുദ്ധ പൗലോസ് പറയുന്നത്? I can raise the line of limitation. എനിക്ക് പരിമിതി രേഖയെ ഉയർത്തുവാൻ കഴിയും. എന്നെ ശക്തനാകുന്നവനിലൂടെ എനിക്ക് പരിമിതിയുടെ രേഖയെ ഉയർത്തുവാൻ കഴിയും. ഫിലിപ്പിയൻസ് 4:13. To raise the line of limitation. അപ്പൊ നമ്മളൊക്കെ പരിമിതി രേഖയെ താഴേക്ക് വരയ്ക്കാനുള്ളവരല്ല, പിന്നെ ആരാണ്? ഉയർത്തുവാനുള്ളവരാണ്. We are not to live below circumstances, we are to live above circumstances. സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെടുത്തി സാഹചര്യങ്ങൾ നമ്മളുടെ മേൽ ഭരണം നടത്തിക്കൊണ്ടുള്ള ജീവിതശൈലി അല്ല. But to live above, സാഹചര്യങ്ങളുടെ മേൽ നാം ഭരണം നടത്തുക. ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷകളുണ്ടായി. എന്തിനു വേണ്ടിയാണ്? To lower the line of limitation. മൂന്നാത്മക്കളും മാരക രോഗികളായ അവസ്ഥ, യാതൊരു ചികിത്സയുമില്ലാത്ത സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗം, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് കാര്യങ്ങൾ, പിന്നെ വർഷങ്ങൾ ഇങ്ങോട്ട് കഴിയുന്നതോറും കൂടുതൽ ദുരിതങ്ങൾ. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നിന്റെ പിന്നാലെ ഓരോന്ന് വരുമ്പോൾ പരിമിതി രേഖയെ താഴേക്ക് വരച്ച് അയ്യോ എനിക്ക് കൊണ്ടൊന്നും വയ്യായേ. അതാ പരീക്ഷ. പക്ഷെ അത് സാധാരണക്കാർക്കാണ്, നമുക്കല്ല. For us, the promise is that we can raise the line of limitation. പരാജിതരാകാനുള്ളവരല്ല, but we are to triumph over. To triumph over. അതെങ്ങനെയാ സാധിക്കുന്നത്? അതിനുള്ള വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കെല്ലാം തന്നെ ആർക്ക് വേണേലും എപ്പ വേണേലും എന്ത് വേണേലും അത് ഭവിക്കാം. അത് നിങ്ങളുടെ കൂടെ എല്ലാ മീറ്റിങ്ങിലും കേട്ടിട്ടുള്ള ഒരു വാചകമായി. Anything can happen to you anytime. But what is more important? What God does through you is more important than what happens to you. അല്ലെങ്കിൽ what happens through you is more important than what happens to you. എന്നെ കേട്ടവരാരും അത് മറക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ഓരോ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് എന്തുവന്ന് ഭവിച്ചു എന്നുള്ളതല്ല പ്രധാനം, എന്നിലൂടെ എന്തെല്ലാം നിറവേറപ്പെടുന്നു. That is God's plan. നിരാശപ്പെടുത്താനല്ല. നിങ്ങൾ പല പ്രാവശ്യം കേട്ട വാചകങ്ങളാണ്. കർത്താവ് ദൈവത്തിന്റെ സഹായത്താൽ what God does through us is എന്താണ്?
പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളെ പദ്ധതികളാക്കി രൂപാന്തരപ്പെടുത്തുക. Turn problems into projects. പ്രോബ്ലമാണ് എന്ന് പറഞ്ഞ് നിരാശപ്പെടാനുള്ളവരല്ല, പിന്നെയോ പ്രോജക്റ്റാക്കി മാറ്റാനാണ്. Tragedies into triumph. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ യാഥാർത്ഥ്യമാണ്, പക്ഷേ നമ്മുടെ കർത്താവിനോടൊപ്പം ദുരന്തങ്ങളെ വിജയമുഹൂർത്തങ്ങളാക്കി തീർക്കാനുള്ള ശേഷിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അത് യാഥാർത്ഥ്യമാണ്. To turn tragedies into triumph. അതുപോലെ ഏറ്റവും മോശമായതിനെ ഏറ്റവും മെച്ചപ്പെട്ടതാക്കി തീർക്കാൻ. To turn even the worst into the best. പക്ഷേ നമ്മളൊക്കെ അങ്ങ് പരിചയിച്ചു പോയി. എന്താണ്? നമ്മളുടെ ഹൃദയത്തിന്റെ ചായ്വ് എപ്പോഴും അയ്യോ എനിക്ക് മാത്രമല്ല ഇങ്ങനെ വന്നത്, ഇങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ടി വരും. ഇപ്പം ഏഷ്യയിലെ കണക്കനുസരിച്ച് ഒരു 3 ലക്ഷം കുട്ടികൾ ജനിച്ചതെടുത്താൽ അവിടെ 3 പേരാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് ആയിട്ട് ജനിക്കുന്നതിൻ്റെ ഡേറ്റ. ഇപ്പൊ അത്രയും പോലും ഇല്ല. കാരണം പല കാരണങ്ങളാണ്. മെയിനായിട്ട് നേരത്തെ കണ്ടുപിടിക്കുന്നുണ്ട്, ഇൻട്രാ എക്സാമിനേഷനൊക്കെ നടത്തി CF ഉള്ള പേടിയാണ് ആണെന്ന് കണ്ടാൽ അവർക്ക് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അത്രയും പ്രസവമൊന്നും നടക്കുന്നില്ല, ജനിക്കുന്നില്ല. 3 out of 3 lakhs. അത് വേറെ ആർക്കും കിട്ടാതെ ആർക്കും കിട്ടി, ഞങ്ങൾക്ക് കിട്ടി. അപ്പം ഞങ്ങൾ എന്താ പറയണം? നമുക്ക് സ്പെഷ്യൽ പേരൻസ് ആണെന്ന് പറയണം. അയ്യോ അതോ ഭാഗ്യം കേട്ടതെന്ന് പറയണം, അൺലക്കി പേരൻസ് എന്ന് പറയണം. അത് സാധാരണക്കാരല്ലേ പറയുന്നത്. നമ്മളെന്തുവാ പറയേണ്ടത്? ഗോഡ് സ്പെഷ്യൽസ്. ഇവിടെ ഇരിപ്പുണ്ടായിരിക്കും ഗോഡ് സ്പെഷ്യൽസ് പലരും. സാധാരണ എല്ലാവർക്കും വന്ന് ഭവിക്കാത്തത് നിങ്ങൾക്ക് വന്ന് ഭവിച്ചവരാണ് ദൈവത്തിന്റെ സ്പെഷ്യൽ. കാരണം എന്താണ്? What God does through you is more important. അതുകൊണ്ടാണ് ഗോഡ് സ്പെഷ്യൽ എന്ന് പറയുന്നത്. അല്ലാതെ തൊട്ടാവാടി നോട്ട് കൈൻഡ് ഓഫ് പീപ്പിൾ ആകാനല്ല നമ്മൾ. ട്രയംഫ് ഓവർ, നോട്ട് ടു ബിക്കം ദ ടച്ച് മീ നോട്ട് കൈൻഡ്. ചിലപ്പോൾ ഫൈനാൻഷ്യലായിട്ടും മറ്റ് രീതിയിലും ഒന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇമോഷണലി വെരി ഇൻസെക്യൂർ. അപ്പോഴെന്താണ്? You need not remain insecure, you can run forward. Because you can reprogram the inclination of your heart. ഹൃദയത്തിന് രൂപാന്തരം വരുത്താനായിട്ട് കർത്താവുണ്ട്. എനിക്ക് വയ്യായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിനെ ചെയ്യാം എന്നാക്കി പറയാൻ സാധിക്കും. ചേഞ്ച് the program. പല കാരണങ്ങളാണ് നമ്മളെ ഇങ്ങനെ പ്രോഗ്രാമിലാക്കി ഇല്ലയോ? ചിലരൊക്കെ അന്ന് പൊട്ടിത്തെറിക്കുക ഇഷ്ടമില്ലാത്തത് കേൾക്കുന്നു. ചിലരാകെ നിരാശ. ഒരു കൊച്ചൻ എനിക്ക് ഫോൺ ചെയ്ത്, അങ്കിളെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണം. എവിടുന്നാണ്? ഗൾഫ് രാജ്യത്ത്. ഇവിടെ എന്ത് പാടാണ് നീ പറയുന്നത്? ഓ ഞാൻ അത്രയ്ക്ക് നിരാശയാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകും. ഞാൻ പറഞ്ഞ പോലെ നീ ആത്മഹത്യ ചെയ്യുന്നത് നല്ല കാര്യമായിരിക്കും. അവനോട് എന്തോ പറയാനാ? ഞാൻ ഇംഗ്ലീഷിൽ മറുപടി പറഞ്ഞു, വെരി ഗുഡ് വെരി ഗുഡ്. എന്ന് പറഞ്ഞവനോട് വെരി ഗുഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ അതിൻ്റെ അർത്ഥം? ഞാൻ പറഞ്ഞ പോലെ നിനക്ക് നല്ല 2 വൃക്കയില്ലേ? ഒത്തിരി പേരുണ്ടോ ഡയാലിസിസ് നടത്തി അവർക്കൊരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഒരു വൃക്ക കിട്ടിയാൽ കൊള്ളാമെന്ന് നോക്കുക. നീ ഏതായാലും ചാകാൻ തീരുമാനിക്കും. നിന്റെ ഒരു വൃക്ക ഒരാൾക്ക് ഡൊണേറ്റ് ചെയ്തേ ചെങ്ങ അനുമതി ചെയ്താൽ ഒരാൾക്ക് എഴുതി ചാകാൻ നോക്കുക നോക്കാണ്. അല്ലാതെ ഫോണിൽ അവനെ നിർത്തുന്നത് ഗൾഫിൽ വിളിക്കുകയല്ലേ. നമ്മൾ നല്ല 2 കണ്ണുണ്ട്. അത് ഒത്തിരി അന്ധന്മാരുണ്ട്. അവരൊരു കണ്ണ് ആരെങ്കിലും ഗാനമായിട്ട് കൊടുത്താൽ അവർക്ക് ലോകം കാണാമായിരുന്നു. എനിക്ക് നല്ല 2 കണ്ണുണ്ടല്ലോ, ഒരു കണ്ണ് നീ എന്നെ ഗാനമായിട്ട് കൊടുക്കും. എന്നിട്ട്
ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എയ്ഡ്സ് രോഗികൾ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആദ്യം ജോലി ചെയ്യാൻ ഇഷ്ടമാണ്, പേടിയാണ്. നിനക്കത് ഒന്നും പേടിക്കാനില്ല, അതാണ് തീരുമാനിച്ചതില്ലേ. നീ അവിടെ ചെന്നവർക്ക് വേണ്ടി നല്ലപോലെ ചെയ്തു കൊടുക്കുന്ന രോഗം പിടിച്ച് നീ ചാകുമായിരിക്കും. എന്നാലും വിഷമത്തിൽ നീ അതിനെക്കാട്ടെ നല്ല നിലയോ മറ്റവരെ ഉള്ളവരെ സഹായിക്കുന്ന ചാകും നല്ലതാണ്. നീ അത് സ്ലോ പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ അങ്ങനെയാണ് ചില മാനസിക രോഗികൾ കിടക്കുന്ന ചില സ്ഥലമാണ്. അവർ ആയുസ് നനച്ചിട്ടില്ല, കുടിച്ചിട്ടില്ല, കഴിക്കിട്ടില്ല എന്ന് പറഞ്ഞാൽ മുറി നാറ്റം കൊണ്ട് തല കറങ്ങി താഴെ വിളിച്ചത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഇത് 2 പേരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി വേറെ കാലം തീരുമാനിച്ചതല്ലേ. അപ്പൊ അങ്ങനെ 2-3 പേർക്ക് ഗുണമുണ്ടായിട്ട് ഞാൻ വിചാരിക്കാൻ പറഞ്ഞു. ഇത്രയും കേട്ടപ്പോ പറയുമ്പോ മക്കളെ എനിക്ക് ആത്മഹത്യ ചെയ്യണ്ട, എനിക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തൊക്കെ ജീവിച്ചാൽ അപ്പോൾ ആത്മഹത്യ ചെയ്യാനാണോ? അല്ല. ലൈഫ് ഈസ് വർത്ത് ലിവിങ്. Whatever be the situation, you have something to do in this world. ഇതൊന്നും നമ്മളെ പരാജയപ്പെടുത്തിയിട്ട് കാര്യമില്ല. Change the inclination of your heart. ഹൃദയത്തിൽ കർത്താവ് രൂപാന്തരം വരുത്തി തരുന്നു. ആ രൂപാന്തരത്തിന്റെ അനുഭവക്കാരായി പ്രതിസന്ധികളുണ്ടാകും, crisis experiences ഉണ്ടാകും. But those crisis experiences are not to break you, but to make you. How to raise the line of limitation? Line of limitation ഉയർത്താനുള്ള ഏറ്റവും പറ്റിയ മാർഗം ക്രൈസിസ് ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. When you go through crisis and difficulties, you attempt to do things that you would not have attempted otherwise. സാധാരണഗതിയിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴല്ലേ. പിന്നെ ദൈവം നമ്മളോട് സാധാരണ ഒച്ചയിൽ സംസാരിച്ചാൽ നമ്മൾ കേൾക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ദൈവം ചിലപ്പോൾ നമ്മളോട് ലൗഡ് സ്പീക്കറിൽ കൂടെ ഉറച്ചു സംസാരിക്കും. ദൈവം ഉപയോഗിക്കുന്ന ലൗഡ് സ്പീക്കർ എന്താണ്? കഷ്ടതയും പ്രയാസം. കഷ്ടതയും വേദനയും എന്ന ലൗഡ് സ്പീക്കറിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതായ അനുഭവങ്ങൾ നമ്മളെ നോട്ട് ടു ബ്രേക്ക് us but to make us. യോണിയുടെ കാല് മുറിക്കാൻ നേരം ഞാൻ ആകെ വിഷമിച്ചു. യോണി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മകൻ. എന്നെ കേട്ടിട്ടില്ലാത്തത് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ള 3 ആൺമക്കളായിരുന്നു. മകൾ പെൺകുട്ടിക്ക് അതില്ല, അവളിപ്പോഴും ജീവിക്കുന്നു, ബാക്കി എല്ലാവരും മരിച്ചുപോയി. അപ്പം ഒരാൾ 32-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. 32-ാമത്തെ വയസ്സിൽ മരിച്ചയാൾ 18 വയസ്സാകുമ്പോഴത്തേക്ക് പല്ലെല്ലാം തിരിച്ചു പോയി, വേറെ എടുക്കാൻ നടക്കേണ്ട സാഹചര്യം. 27 വയസ്സായപ്പോൾ കാല് മുറിക്കേണ്ട സാഹചര്യം. ജീർണിക്കുകയാണല്ലോ അവർ. ജീർണിച്ച് 19 വയസ്സൊക്കെ എത്തുന്നതിന് മുമ്പേ ഇങ്ങനെ ഓർഗൻസൊക്കെ ഡിറ്റീരിയറേറ്റ് ചെയ്തിരിക്കുന്നു. ഡോക്ടർമാരോട് പറഞ്ഞത് ഫേസ് ചെയ്തതാണ്. ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓരോരുത്തരൊക്കെ ഞങ്ങളോട് ചോദിച്ചു, ഏതായാലും ഒരു 19 വയസ്സെത്തുന്നതിന് മുമ്പേ മരിക്കുക, ഇതിനുവേണ്ടി ഇത്രയും പണം ഇത്രയും സമയമൊക്കെ നിങ്ങൾ ചിലവാക്കിയ എങ്ങനെയാണ്? എന്താ അങ്ങനെ ചോദിച്ചു പറയുക, നിങ്ങൾ വയസ്സാകുമ്പോൾ നോക്കാൻ അവർ കാണത്തില്ലല്ലോ, അവർ 19 വയസ്സെത്തുന്നതിന് മുമ്പേ മരിച്ചു പോകല്ലോ, പിന്നെ എന്തിനായി കിടന്ന് പാടുപെടുന്നത്? അപ്പോൾ ചിലരുടെ വിചാരങ്ങൾക്ക് പിള്ളേരെ വളർത്തുന്നത് നമ്മൾ വയസ്സ് കാലമാകുമ്പോൾ നോക്കാനാണ്. അയ്യോ, ഇപ്പോഴേ തെളിയിച്ച് കഴിഞ്ഞു വന്ന് നടക്കുന്ന കാര്യമല്ല. പിന്നെ അവർക്ക് നല്ല ജോലി കിട്ടണം, ശമ്പളം കിട്ടണം, അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ നമ്മൾ പാടുപെടുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ചില ക്യാരക്ടർ ക്വാളിറ്റിയൂടെ കൊടുത്താൽ, സ്വഭാവ ഗുണം കൂടെ കൊടുത്താൽ ഒരു പക്ഷേ അവർ പറയും, ഞാൻ എവിടെയാണേലും എൻ്റെ മമ്മിയും ഡാഡിയും ഞാൻ നോക്കും, ദൂരെ കുടുംബങ്ങളാണേലും നോക്കും. ആ മനസ്സവിടെയുണ്ട്. പക്ഷെ അതിനുള്ള ക്യാരക്ടർ ക്വാളിറ്റി കൊച്ചിലെ കൊടുത്ത് വളർത്തണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു അപ്പച്ചൻ്റെ കാര്യം, 3 ആമക്കളുണ്ട്, എല്ലാവരും എടുക്കലായി. ഒരിടത്തും വലിയ ജോലിക്കാണ് പോയി.
പക്ഷെ അവസാനം അമ്മച്ചി മരിച്ചു പ്രയാസപ്പെടുകയുള്ളപ്പോൾ അമ്മ ശരിയോട് പറയുമോ മൂന്ന് ആമക്കളുണ്ട്, എല്ലാവരും പട്ടക്കാരായിട്ട് അവരെല്ലാം നല്ല ജോലിക്ക് പോയി. അതിൽ ഒരു പൊട്ടനായിരുന്നു ഇവിടെ കാണുന്നത് എന്നെ നോക്കുവാൻ. എന്തോ ഒരു കഷ്ടതയാപ്പത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ ഇതിനു വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. എങ്ങനെ വളർത്തണം? നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? നമുക്ക് ഓണർഷിപ്പ് ഇല്ല, നമുക്ക് സ്റ്റീവേർഷിപ്പേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ കാര്യവിചാരകയാണ് നമ്മൾ. ഓണർ ദൈവമാണ്. ദൈവമാകുന്ന ഉടമസ്ഥന് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന കാര്യവിചാരകത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യണം. അതിലാണ് നമ്മുടെ വിജയം. അപ്പോൾ കാല് മുറിക്കാൻ പോയ യോണി ഞാന് കാല് മുറിക്കേണ്ടവനായ സാഹചര്യത്തിൽ ഞാൻ ഇച്ചിരി വിഷമിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ അടുത്ത് അവൻ പിള്ളേർക്ക് ശാരീരികമായിട്ട് അസുഖമാണെങ്കിൽ ആത്മീയമായിട്ട് അവർ ചെറുപ്പം മുതലേ വിശ്വാസത്തിൽ വളരാനിടയായിട്ടുണ്ട്. എൻ്റെ ഭാര്യ പ്രത്യേകിച്ച് അവരെ നല്ല കാര്യങ്ങളൊക്കെ കൊച്ചിലെ അവരെ പഠിപ്പിക്കാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും പ്രാർത്ഥനയെ കുട്ടികളെ വിശ്വസിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. ചിലവൊക്കെ വായിക്കും, കേൾക്കും. അതിനുള്ള വിദ്യാഭ്യാസം വീട്ടിൽ കൊടുക്കുമായിരുന്നു. ചിലപ്പോൾ സ്കൂളിലും കൊടുത്തു. പക്ഷേ അത് പ്രാക്ടിക്കലല്ല, അസുഖമാണ് ഇങ്ങനെ സ്കൂളിൽ വിടാൻ. എനിവേ ഞാൻ വിഷമിച്ചിരുന്നപ്പോഴെനിക്കുള്ള വാചകമാണ് ഈ വായിക്കുന്നത്. അവളെ കാല് മുറിക്കുക, ഞാൻ വിഷമിച്ചിരിക്കുക. ഒരു 30-35 പ്രാവശ്യമായി ടോയ്ലറ്റിൽ വയറിളകാൻ പോകുന്നത്. അന്നേരം കാലും കൂടെ മുറിച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സ്ഥിതിയായിരിക്കും. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയുക, ഈ ചിന്ത എനിക്ക് കിട്ടി. When God is going to do something wonderful, He begins with a difficulty. ഡിഫിക്കൽട്ടി കാണുമ്പോൾ ഓർത്തോളം God is going to do something wonderful in your life. അടുത്തതെന്താ? When God is going to do something really wonderful, He begins with the impossibility. അപ്പോൾ അസാധ്യം എന്ന് കരുതുന്നത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഓർത്തോളം ദൈവം വളരെ ആശ്ചര്യകരമായി ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ നിരാശപ്പെടാനുള്ളവരല്ല, പരാജിതരാകാനുള്ളവരല്ല. പിന്നെയോ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. Have courage in a world of discouragement. Courage, ധൈര്യം. എന്താണ് ധൈര്യപ്പെടുകയും എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താകുന്നു ധൈര്യം? Courage is to refuse to let fear and disappointment defeat you. ഭയവും നിരാശയും മോഹഭംഗവും ഒന്നും തന്നെ നമ്മളെ പരാജയപ്പെടുത്തുവാൻ അനുവദിച്ചിട്ട് കാര്യമില്ല. പരാജയപ്പെടുത്താനും പദത്തിരേഖയെ താഴേക്ക് വരയ്ക്കാനും ഒക്കെ ആയിട്ട് വളരെയധികം സമ്മർദ്ദങ്ങൾ ചെലുത്തിയെന്ന് വരും. ഇന്ന് കർത്താവ് എന്താണ് പറഞ്ഞത്? ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. I am going to help you to raise the line of limitation. Triumph over, triumph over. വലിയ ഈ തോമസ് ആൽവ എഡിസന്റെ കാര്യം കേട്ടാൽ ഒത്തിരി പ്രാവശ്യം ശ്രമിച്ചല്ലോ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ചിലർ പറയുന്നത് 2000 പ്രാവശ്യം ശ്രമിച്ചത്, ചിലർ പറയുന്നത് 3000 പ്രാവശ്യം ശ്രമിച്ചത്. എൻ്റെ സൂത്രങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ട് ബൾബ് വരാതെ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ കത്തിപ്പോകും, നിൽക്കത്തില്ല. പിന്നെ ശ്രമിച്ചു, പിന്നെ ശ്രമിച്ചു. എത്ര 2000 പ്രാവശ്യം നമ്മൾ വെച്ചു. അപ്പോൾ ആരാണ്ട് ഇനി ചോദിച്ചത് 2000 times you tried. That means 1999 times you were a failure. എഡിസൺ എന്തുവാ പറഞ്ഞത്? Don't call it a failure. 1999 രീതികളിൽ എങ്ങനെ പ്രവർത്തിക്കത്തില്ല എന്ന് ഞാൻ കണ്ടുപിടിച്ചു. 2000 പ്രാവശ്യം എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. അപ്പം നമ്മുടെ പിള്ളേർ മാർക്ക് കുറവാണെങ്കിൽ വീട്ടിൽ വന്ന് എന്തോ പറയണം? മാർക്ക് കുറഞ്ഞെന്നല്ല പറയേണ്ടിയത്, എങ്ങനെ പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടത്തില്ല എന്ന ഈ പരീക്ഷയോടുകൂടെ ഞാൻ കണ്ടുപിടിച്ചു.
ഇപ്പൊ തോറ്റു എന്നല്ല പറയേണ്ടത്, അടുത്ത പ്രാവശ്യം ഞാൻ നല്ല മാർക്ക് വാങ്ങിക്കാൻ പോവാണ്, അല്ലാതെ പഠിത്തം നിർത്താൻ പോവല്ല, സബ്ജക്റ്റ് ഉപേക്ഷിക്കാൻ പോവല്ല. ഞാന് കല്യാണം കഴിച്ചിട്ട് 5 കൊല്ലം 6 കൊല്ലമൊക്കെ 70 ദമ്പതികളോട് ഞാൻ ഈ കാര്യം പറഞ്ഞ് ചിലപ്പോട് ചോദിച്ചു, ഈ 5 കൊല്ലം 6 കൊല്ലത്തെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തില് നിങ്ങൾ എന്തോ കണ്ടുപിടിച്ചത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, എങ്ങനെ കുടുംബജീവിതം നയിച്ചാൽ ശരിയാകത്തില്ല എന്ന് കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാൻ ചോദിച്ചതുകൊണ്ട് തല്ലി പിരിയാൻ പോവാണോ? സാർ അങ്ങനല്ലല്ലോ പറഞ്ഞത്, ഇനിയും എങ്ങനെ കുടുംബജീവിതം നയിച്ചാൽ ശരിയാകുമോ എന്നൊന്ന് നോക്കട്ടെ. ഹലോ, ഇങ്ങനെയല്ലയോ നോക്കേണ്ടത്? അത് തല്ലി പിരിഞ്ഞ ദിവസം നിങ്ങളെ വീട്ടിൽ വരെ കാണാൻ വേണ്ടിയത്. ഇത്ര നാൾ ശ്രമിച്ചു, ഇപ്പോഴും എങ്ങനെ കുടുംബജീവിതം നയിച്ചാൽ ശരിയാകത്തില്ല എന്ന് കണ്ടുപിടിച്ച് അവിടെ നിൽക്കാനല്ല, തല്ലിപ്പിരിയാനല്ല, പിന്നെയോ എങ്ങനെ കുടുംബജീവിതം നയിച്ചാൽ ശരിയാകുമോ അതിനെയോ നോക്കട്ടുമല്ലോ. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് അല്ലേ തന്നിരിക്കുന്നത്. ചിലപ്പോൾ ജോലി രാത്രി മുഴുക്കെ ഛർദ്ദിച്ചൊക്കെ ഇങ്ങനെ എഴുന്നേക്കാൻ വയ്യാതെ ഇങ്ങനെ കട്ടിലേ കിടക്കും, കണ്ണു തുറക്കും. ഞാൻ ചോദിച്ചു, മോനെ എങ്ങനെ ഉണ്ടാ? ഇങ്ങനെ അവൻ പറയും, ഐ ആം ഓക്കേ. അടുത്ത വാചകം എന്തുവാ? ഐ വിൽ ബി ബെറ്റർ എ ലിറ്റിൽ ലേറ്റർ. എൻ്റെ അർത്ഥം എന്തുവാ? ഇപ്പൊ ഓക്കെ ആയാൽ മതിയോ? എന്നാലും നോട്ട് ഓക്കെ എന്ന് പറയത്തില്ല. ഐ ആം ഓക്കെ ബട്ട് ഐ വിൽ ബി ബെറ്റർ എ ലിറ്റിൽ ലേറ്റർ. കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളും. The fact is that after some time he will get up. എന്താണ് മനസ്സിൽ കിടക്കുന്നത്? കുറച്ച് കഴിഞ്ഞെങ്കിൽ ശരിയായിക്കോളൂന്നേ. എന്ന് ചില ആളുകളുണ്ട്, ഒരു തലവേദന വരുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ ചാവാൻ പോവാണേ, എനിക്ക് 2 സോക്കേടാണ്. അവർക്കില്ലാത്ത സോക്കേടെല്ലാം വന്നു കയറുകയും ചെയ്യും. അങ്ങനെയാണോ നമ്മൾ സമീപിക്കേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് എന്താണ്? ഐ ക്യാൻ, ഐ വിൽ ബി ബെറ്റർ എ ലിറ്റിൽ ലേറ്റർ. ഇത് സാരമില്ല. We can triumph over. 2 ഉദാഹരണങ്ങൾ ഞാൻ അവിടെ എഴുതി. നമുക്ക് 9 മണിക്ക് നിർത്തേണ്ടത് കൊണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ രഹസ്യം എന്താണ്? ഇന്ന് രാത്രി ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് ടു ഓൾട്ടർ ദി ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ ലൈൻ ഓഫ് ലിമിറ്റേഷൻ. ലൈൻ ഓഫ് ലിമിറ്റേഷൻ്റെ റേസ് ചെയ്യണമെങ്കിൽ, in order to raise the altitude of the line, you have to change your attitude. നമ്മുടെ മനോഭാവത്തെ മാറ്റിമറിക്കണം. എന്താകുന്നു ആറ്റിറ്റ്യൂഡ്? ഈസ് എ പ്രോഡക്റ്റ് ഓഫ് അവർ തോട്ട് ലൈഫ്. നമ്മളുടെ ചിന്തകളുടെ സമാഹാരമാണ് നമ്മുടെ മനോഭാവം. തോട്ട് ബിക്കംസ് ആക്ട്, ആക്ട് ബിക്കംസ് ഹാബിറ്റ്, ആൻഡ് ഹാബിറ്റ് ബിക്കംസ് ക്യാരക്ടർ. ഞാൻ ഒരാൾ എഴുതി വെച്ചിരിക്കുന്നതാണ്, നമ്മൾ ഒരു ദിവസം 24 hours കൊണ്ട് നമ്മുടെ മനസ്സിൽ കൂടെ 36,000 ചിന്തകൾ ഇങ്ങനെ കടന്നു പോകുന്നത്. 36,000 തോട്ട്സ്. പക്ഷെ എല്ലാത്തിനെയും ഒന്നും നമ്മൾ എന്റർടൈൻ ചെയ്യത്തില്ല, നമ്മളിത് ആലോചിക്കത്തില്ല. നമുക്ക് ഹൃദയത്തിൽ ഇഷ്ടമുള്ളതിനെ ചിന്തയെ നമ്മൾ ആലോചിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളല്ല നമ്മളുള്ളതാണ്, അനുസരിച്ചായിരിക്കും തെറ്റായിട്ടുള്ള ചിന്തകൾ, നിരാശാജനകമായ ചിന്തകൾ വരുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിരാശയും തെറ്റുമുള്ള ഇൻക്ലിനേഷൻ ആണെങ്കിൽ തെറ്റായ ചിന്തകളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അതിനെ എന്റർടൈൻ ചെയ്തോണ്ടിരിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ള് നല്ലതിനു വേണ്ടിയുള്ളതാണെങ്കിൽ ചെയ്യും. ഉള്ളിൻ്റെ ഉള്ള് നല്ലതിനു വേണ്ടിയാണെങ്കിൽ നമ്മൾ നല്ല നല്ല ചിന്തകളെ എന്റർടൈൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൻ്റെ നിലയാണ് നിശ്ചയിക്കുന്നത്. 36,000 തോട്ട്സ് ആയിരിക്കും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും അല്ലാത്തവരും വീട്ടിലിരിക്കുമ്പോഴും എല്ലാവരും ജോലി സ്ഥലത്തായിരുന്നു ഇങ്ങനെ കടന്നു പോകും. ഏതെല്ലാം തോട്ട്സിനെയാണ് എന്റർടൈൻ ചെയ്യുന്നത്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഇഷ്ടമനുസരിച്ച്. നല്ലതാണ് ആഗ്രഹമെങ്കിൽ നല്ല ചിന്തയെ താല്പര്യത്തിൽ എന്റർടൈൻ ചെയ്യും. മോശമായിട്ടുള്ളതാണെങ്കിൽ മോശമാണ്. ഉള്ളിലേതാണ് നോക്കേണ്ടത്. എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ 56 വയസ്സും
1.5 മാസമായി. 56 വയസ്സായ ബർത്ത്ഡേ വീട്ടിൽ കിടന്നാൽ 3 മാസം വീട്ടിൽ കിടന്ന് പിന്നെ ആശുപത്രി കൊണ്ടുപോയി ട്യൂബുകളൊക്കെ ഇട്ടിട്ടുണ്ട്. മരണത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്ന് ബർത്ത്ഡേക്ക് എന്തുവാ പറയേണ്ടത്? ഹാപ്പി ബർത്ത്ഡേ എന്ന് തന്നെ പറയാൻ ഞാനും മക്കളും കൂടെ തീരുമാനിച്ചു. ഒരു ബർത്ത്ഡേ കാർഡ് ഞങ്ങൾ എഴുതി ഒപ്പിട്ടു. ആ കാർഡ് ഹോം നേഴ്സിങ്ങിനെ സഹായിച്ച എൻ്റെ ഭാര്യ വായിക്കാനായിട്ട് നിർത്തി. എന്നിട്ട് അതിനകത്ത് എന്തോ എഴുതിയിരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ ടു യു മമ്മി. അത് വായിച്ച് ആള് പറയുവാണ്, യെസ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ, ഐ ചൂസ് ടു ബി ഹാപ്പി. ഹാപ്പിയാകാൻ ലോകപ്രകാരം കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഇറ്റ് ഈസ് യുവർ ചോയ്സ് ടു ബി ഹാപ്പി. ഇറ്റ് ഈസ് യുവർ ചോയ്സ് ടു ബി glad, and also it is your choice to be sad or even to be mad. The sad ആയിരിക്കണോ, mad ആയിരിക്കണോ, happy ആയിരിക്കണോ എന്നത് നിങ്ങളുടെ കയ്യിലായിരിക്കുന്നു. Attitude is something that we choose. നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് നമ്മുടെ ഭാവം. ഇപ്പൊ പോസിറ്റീവായിട്ട് to triumph over, അത് നമുക്ക് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കാം. ദൈവം നമ്മെ സഹായിക്കുന്നു. To change our attitude. ഓരോ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യും. നമുക്കെല്ലാം our reaction to situation leave a permanent kind of a deposit on our character. നമ്മളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യം തെറ്റായിട്ട് പ്രതികരിക്കുമ്പോൾ തെറ്റായതിനോട് ചേർന്ന് ഒരു ഡിപ്പോസിറ്റ് വീഴും. നന്നായിട്ട് പ്രതികരിക്കുമ്പോൾ നന്നായിട്ട് ഡിപ്പോസിറ്റ് സ്വഭാവത്തിൽ വീഴും. പിന്നെ ഒത്തിരി അനേകരെ നമ്മുടെ ജീവിത ബന്ധാവിൽ കൊണ്ടുവരുമല്ലോ. അപ്പോൾ ദൈവം അവരെ നമ്മുടെ സ്വഭാവ ഗുണം മെച്ചപ്പെടുത്തുന്നതിന് നല്ല ടൂൾസായിട്ട്, ഉപകരണങ്ങളായിട്ട് ഉപയോഗിക്കുകയാണ്. അത് ഞാൻ പഠിച്ചത് കല്യാണം കഴിച്ചപ്പോഴാണ്. കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഭാര്യ എന്ന ജീവിത പങ്കാളി ദൈവത്തിൻ്റെ കയ്യിലെ ഒരു വിശിഷ്ട ഉപകരണം കൂടിയാണ്. എന്തിനുള്ള ഉപകരണമാണ്? എന്നിൽ ദീർഘക്ഷമയും ദയയും പരോപകാരവും വിശ്വസ്തതയും സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ദൈവത്തിന് വികസിപ്പിച്ച് തരാൻ പറ്റിയ ഒരു ഉപകരണമാണ് നമ്മുടെ ഭാര്യ. അതുപോലെ തന്നെ ഭാര്യയെ ഒന്ന് സ്വീകരിച്ച് ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണ്. നമുക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഞാൻ ചിലപ്പോൾ പലതും പറഞ്ഞു പോയാൽ ഭാര്യ എന്താ പറയുക, എനിക്കിഷ്ടമില്ലാത്ത രീതിയിൽ നമ്മുടെ ഭാര്യ വല്ല പറഞ്ഞാൽ ഞാനും എന്ത് പറയും? കാരണം ദൈവം ഏതോ നല്ല പ്രോജക്റ്റ് എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയിരിക്കുകയാണ്. അതിനാ ഭാര്യയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത്. അല്ലാതെ ശല്യം നാശം എന്നൊക്കെ വിളിക്കാനാണോ? സ്കൂളിൽ വെച്ചൊരു കുട്ടിയോട് കൊച്ചു ക്ലാസ്സിനെ പിള്ളേരോടാണ് ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് വിളിക്കുന്നത്? പറയാ, ഞങ്ങളുടെ മമ്മിയെ ഡാഡി എപ്പോഴും വിളിക്കുന്നത് നാശം നാശം. അപ്പം മമ്മി എന്തുവാ ഡാഡിയെ വിളിക്കുന്നത്? മമ്മി എപ്പോഴും പറയും ഈ കാലൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച കാലം. എന്തോ ചെയ്യാൻ നമ്മുടെ വീട്ടിലൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നവരെ എന്താ പറയുന്നത് പറയുന്നവരാക്കുന്നതാണ് രൂപാന്തരം. നിരാശപ്പെടാനല്ല, ദൈവം ഏതോ നല്ല പ്രോജക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓരോ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വികസിപ്പിച്ചെടുക്കാൻ നാട്ടിലാതെ ഇപ്പോഴേ ഒത്തിരി അവിടെ ഗ്രാമത്തിലുമൊക്കെ കാണാം ബ്യൂട്ടി പാർലർ. അങ്ങനെ അവിടെ പോകുന്നത്
ശവശരീരമൊക്കെ കൊണ്ടുപോയി ചിരിക്കുന്ന മുഖഭാവത്തോടുകൂടെ മരിക്കുന്നതാക്കി വേണേ കാര്യം. ശവശരീരമല്ല ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്നത്. കല്യാണത്തിൽ അന്ന് മിക്കവാറും പെൺകുട്ടികളും ചില ആൺകുട്ടികളും ഒക്കെ പോകും. പക്ഷേ അവരുടെ ജോലി അവരെ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ആക്കാനാണ്. എന്നിട്ട് വാൺ ചെയ്യും. ഉഷ്ണമുള്ള ദിവസമാണ് വളരെ ശക്തിയായി നിറം തുടയ്ക്കരുത്, ചായമൊക്കെ പോകും. പിന്നെ മഴക്കാലം വന്നേ കുട പിടിച്ചോന്ന് അവിടെ നിറമൊക്കെ ഡ്രസ്സേലൊക്കെ വീഴുമെന്നൊക്കെ പറയും. കാരണം അവരുടെ ജോലി എന്താണ്? ടു മേക്ക് ദം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. പക്ഷെ ബ്യൂട്ടി എന്ന് പറയുന്നത് കേവലം ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ആണോ? അല്ല. ബീയിങ് ബ്യൂട്ടിഫുൾ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. മറ്റേ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ കുറഞ്ഞു കഴിഞ്ഞല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് ഫെയിൽ ചെയ്യും. ബീയിങ് ബ്യൂട്ടിഫുൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. become more and more beautiful. Let the beauty of Jesus be seen in my life. എന്ന ജീവിതം ജീവിക്കുമ്പോൾ എന്തുണ്ടാകുന്നു? become more and more beautiful. Being beautiful is more important than looking beautiful. നമ്മുടെ ജീവിതത്തെ കർത്താവ് രൂപപ്പെടുത്തി മെച്ചപ്പെടുത്തി ഒന്നിനൊന്നിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഇന്ന് പല പ്രാവശ്യം ഞാൻ സ്കിപ്പ് ചെയ്ത് ഇതൊന്നും ആവർത്തിച്ചിട്ടുണ്ട്. അതായത് Christ made it possible for us to live a fulfilled life in spite of many unfulfilled desires. നമ്മുടെ ലിസ്റ്റിലെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ തന്നെയും സംതൃപ്തമായ ഒരു ജീവിതം ജീവിക്കാനുള്ള വക നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഫുൾഫിൽ the longing for something that gives us stability and purpose. അതെന്താണ്? എന്തൊക്കെ ലഭിച്ചാലും യഥാർത്ഥത്തിൽ സ്ഥിരതയും ലക്ഷ്യബോധവും മൂലമുള്ള സംതൃപ്തിക്ക് വേണ്ടി നമ്മളൊക്കെ ദാഹിക്കുന്നുണ്ട്, പുറത്ത് പറയുന്നില്ല. We are thirsting for that. സംതൃപ്തിക്കായിട്ട്. See, we have a built-in capacity to make sense of things, including what is going to happen in the future. അപ്പോൾ യഥാർത്ഥ സംതൃപ്തി എന്തിനെ കൂടെ കുറിക്കുന്നതായിരിക്കണം? The hope in a meaningful future കൂടെ. ആ മീനിങ്ഫുൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ബിയോണ്ട് ദ റീച്ച് ഓഫ് ഡെത്ത്. മരണത്തിന് പോലും നമ്മെ പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത രീതിയിലുള്ള സംതൃപ്തി അല്ലേ? ആ മരണമെന്ന തിരശീല, കർട്ടൻ ഓഫ് ഡെത്ത് അവിടെ ഉണ്ട്. അത് ഏത് സമയത്തും സംഭവിക്കാം അല്ലേ? ഒരു മനുഷ്യന്റെ വീടിന്റെ മുമ്പിൽ ആരാണ്ട് പോയി പാതിരാത്രി കഴിഞ്ഞ് 2 മണിയായപ്പോൾ കുട്ടി എന്ന് പറയുന്നത് ഇല്ലസ്ട്രേഷൻ. അയാള് കണ്ണുകൊണ്ട് തപ്പിയെടുത്തില്ല, തുടച്ച് ഡോർ പോയി തുറന്നപ്പോൾ ആരാ നിൽക്കുന്നത്? മരണം. എന്തോ കളിയാ? പിന്നെ 2 മണിക്കൊക്കെ നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വന്നാലും നേരത്തെ ഒന്ന് അറിയിച്ചേച്ചു വരണ്ടായിരുന്നോ മരണം? അപ്പം മരണം പറയുക, അയ്യോ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരാള് കാർ ആക്സിഡന്റിൽ മരിച്ചെടുത്ത് കാണാൻ വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാനങ്ങ് വരുമെന്ന്. പിന്നെ നേരത്തെ അറിയിച്ചെന്ന് പറഞ്ഞ് 1 മാസം മുമ്പുള്ള ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങ് വരുവേ. പിന്നെ അറിയിച്ചില്ലെന്ന് പറഞ്ഞു. 3 മാസം മുമ്പ് ഒരാളാണ്ട് പ്രകൃതി കേടായിട്ട് മരിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു ഞാനങ്ങ് വരുന്നു. ക്യാൻസറായിട്ട് മരിച്ചെടുത്ത് വന്നപ്പോഴും അതുകൊണ്ട് 2 മണിക്ക് കയറി വന്നത് അറിയിച്ചില്ലെന്ന് പറയാനൊക്കെ. പക്ഷേ ആ മരണത്തെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്?
മരണം നമ്മളെ പരാജയപ്പെടുത്താത്ത വിധം അതെങ്ങനെയാണ് മരണം എന്ന തിരശ്ശീലയ്ക്കകത്തൂടെ പ്രവേശിക്കാനായിട്ട് ഒരു പാത വേണം എന്ന് പറഞ്ഞാൽ മരണമെന്ന തിരശ്ശീല യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിനകത്തൂടൊരു പാതയുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് കടക്കുവാനായിട്ട് സാധിക്കും. ഞങ്ങൾ സ്കൂളിൽ പഠിച്ച കാലത്ത് ചില പദ്യങ്ങളൊക്കെ പഠിക്കണം. അതില് കവികളുടെ പദ്യങ്ങളൊക്കെ, ഒരു കവി അദ്ദേഹത്തിൻ്റെ പദ്യം ഇങ്ങനെയാണ്, പണ്ട് പഠിച്ചതാണ്. നാശമുള്ളത് ഉള്ളതല്ല, നാശമുള്ളതൊന്നും ഉള്ളതല്ല. പിന്നെ ഉള്ളതിന് നാശമില്ല, ഉള്ളതിന് നാശമില്ല. പിന്നെ അടുത്ത വാചകം ഉള്ളതിൻ്റെ ഉള്ളിലുള്ള ഉണ്മയാകണം എന്ന് പറഞ്ഞാൽ ഉള്ളതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഒരിക്കലും നശിക്കാത്തത് എന്ന് പറഞ്ഞാൽ എന്താണത്? അത് മറ്റൊന്നുമല്ല, പെർമനൻസി ഓഫ് ദി എറ്റേണൽ and the unstability of the temporal. താൽക്കാലികമായിട്ടുള്ളതൊന്നും സ്റ്റേബിൾ അല്ല. ഇപ്പൊ സ്റ്റേബിളായിട്ട് ലക്ഷ്യബോധം ഉള്ളത് ഇതൊന്നും തരുന്നില്ല, അത് തീരും. എന്നാൽ പെർമനൻസി ഓഫ് ദി എറ്റേണൽ, ഓൾ ദാറ്റ് സബ്ജക്ട് ടു ഡിസ്ട്രക്ഷൻ ഈസ് നോട്ട് റിയൽ. അത് നാശമുള്ളത് ഉള്ളതല്ലെന്നാണ് പറഞ്ഞത്. ഉള്ളതിന് നാശമില്ല. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ ഷെയ്ക്കബിളാണ്. ഷെയ്ക്കബിൾ എന്ന് വെച്ചാൽ ഒരു കുലുക്കമേറ്റാൽ എല്ലാവർക്കും നമ്മൾ ഇല്ലേ, ഒരു കുലുക്ക നല്ലപോലെ ഒരു ഭൂമി കുലുക്കമുണ്ടായാൽ മതി, കളന്ന് വീടമൊക്കെ വിട്ടടിച്ച് താഴെ വീഴും. പക്ഷേ ഉള്ളി ഷെയ്ക്കബിൾ ക്യാൻ ബി ഷെയ്ക്കൺ. The unshakable cannot be shaken. എത്ര കുലുക്കമേറ്റാലും കുലുങ്ങി അടർന്ന് വീഴാത്തത്, എവിടുന്നെല്ലാം കുലുക്കം വന്നാലും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോഴൊരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. Are you holding on to the shakeable or holding on to the unshakable? കുലുങ്ങി അടർന്ന് വീഴുന്നതിൻ്റെ മേലാണോ ജീവിതത്തെ പണി ചെയ്യുന്നത്, അതോ എത്ര കുലുക്കമേറ്റാലും വീഴാത്തതിൻ്റെ മേലാണോ? Health is shakeable, wealth is shakeable, social influence is shakeable. ഇതെല്ലാം ഷെയ്ക്കബിളാണ്, കുറച്ച് കഴിഞ്ഞത് പോകും. എന്നാൽ the unshakable kingdom of God, the unchanging King Jesus, ഒരിക്കലും മാറിപ്പോകാത്തവൻ, കുലുക്കമേൽക്കാത്തവൻ, അൺഷേക്കബിൾ. അൺഷേക്കബിൾ ആയിട്ടുള്ളതിൽ മുറുകെ പിടിച്ചവനാണ്. ഷേക്കബിൾ ആയിട്ടുള്ളതൊക്കെ അങ്ങ് പോകും. അൺഷേക്കബിൾ. അപ്പോൾ അഥവാ മരണം ഉണ്ടായാൽ തന്നെ നമ്മുടെ മരണം കുഴപ്പമില്ല, നമ്മളങ്ങ് പോത്തിരിക്കുക. പ്രിയപ്പെട്ടവർ വളരെ കഷ്ടപ്പെട്ടു അവരില്ലയോ കാര്യങ്ങളോ, നമ്മളങ്ങ് പോകത്തില്ല. അല്ലെ നമ്മളെ പ്രിയപ്പെട്ടവർ പോകുമ്പോൾ നമ്മളല്ലയോ കരയുന്നത്. നമ്മൾ കരയുന്നത് എന്താ? നമുക്ക് അവരുടെ സ്നേഹമുള്ളതുകൊണ്ട്. ബിക്കോസ് വി ലവ് ദം. എനിക്ക് വലിയ വിഷമമായിരുന്നു എൻ്റെ ഭാര്യ മരിച്ചത്. അത് കഴിഞ്ഞ് കഷ്ടിച്ച് 4 ആഴ്ചയ്ക്കുള്ളിൽ എൻ്റെ അമ്മച്ചി മരിച്ചു പെട്ടെന്ന്. അത് കഴിഞ്ഞ് 79 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പച്ചനും മരിച്ചു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ ഇളയ മകൻ റോണി മരിച്ചു. പിന്നെ ചില സമയം കിട്ടി, 2 കൊല്ലം കഴിഞ്ഞ് മൂത്ത മകൻ റോണി മരിച്ചു. 5 പ്രിയപ്പെട്ടവരുടെ മരണം. അവരുടെ ഫ്യൂനറൽ, those funerals were very painful. വളരെ വേദനയുള്ളതായിരുന്നു. എന്നാൽ ആ ശവസംസ്കാര ശുശ്രൂഷകൾ എല്ലാം തന്നെ
were opportunity for me to celebrate the certainty of my hope in Jesus. യേശുവിലുള്ള പ്രത്യാശയുടെ ആഘോഷം കൂടിയായിരുന്നു ഓരോ ശവസംസ്കാര ശുശ്രൂഷയും. കാരണം എന്താണ്? We are able to celebrate the certainty of security beyond the grave. ഇളയ മകൻ റോണി ആശുപത്രിയിൽ പോകുന്നതിന് മുൻപ് 22 വയസ്സും 8 മാസവും പ്രായം, ശാരീരികമായിട്ട് ക്ഷീണിതനാണ്. പക്ഷെ മാനസികമായിട്ടും ആത്മീയമായിട്ടും ഉള്ള കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ളവർ. അവരെ വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ട് they used to write notes. അപ്പോൾ ആശുപത്രിയിലേക്ക് പോവുക, ചെന്നപ്പോഴത്തേക്ക് അൺകോൺഷ്യസ് ആയി, പിന്നെ കോൺഷ്യസ് ആകും, പിന്നെ അൺകോൺഷ്യസ് ആകും. അങ്ങനെയായി 21 ഡേയ്സ് വെന്റിലേറ്ററിൽ കിടന്നു മരിക്കുന്നു. അപ്പോൾ പോയ ദിവസത്തെ അവൻ്റെ ധ്യാന പുസ്തകത്തിന് ഡയറി ഞാനെടുത്ത് നോക്കിയപ്പോഴേ ഒരു വാചകം എന്താണെന്നറിയാമോ? The empty tomb of Jesus is the birthplace of our eternal certainty. Amen. The empty tomb of Jesus is the objective reality of our faith. ഇല്ലയോ? അശൂന്യമായ കല്ലറ തെളിവല്ലേ നമുക്ക്? അവരിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ സന്ദേശം തന്നെ എന്താണ് പറയുന്നത്? അവരിവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളോട് വിളിച്ചറിയിക്കുകയാണ്. The impossible is made possible. Everything is brought within the range of possibility. Jesus is risen. Everything is possible within the range of possibility. The empty tomb of Jesus is the birthplace of eternal certainty. നമുക്ക് നിത്യതയെ കുറിച്ചുള്ള ഉറപ്പ് തന്നതിന്റെ ജന്മസ്ഥലമാണ് ഒഴിഞ്ഞ കല്ലറ. അത് പറഞ്ഞിട്ട് റോണി മയങ്ങി ആശുപത്രിയിൽ പോകും. മയക്കം മാറി ബോധം വീഴുമ്പോൾ എന്നോട് പറയാം, ഡാഡി അതൊന്ന് എഴുതിക്കൊണ്ട് തരണേ. വെന്റിലേറ്റർ ഇട്ടപ്പോൾ മിണ്ടാനും കഴിയും, നമ്മൾ പറയുന്ന കേൾക്കാം. അപ്പോൾ ഞാൻ ആ കടലാസിൽ എഴുതിക്കൊണ്ട് ഇങ്ങനെ കണ്ണിൻ്റെ മുമ്പിൽ കാണിക്കും. ഏറ്റവും മേളിലത്തെ ലൈനിൽ എഴുതും The empty tomb of Jesus. മിഡിൽ ലൈനിൽ എഴുതും Is the birthplace of. അടിയിലത്തെ ലൈനിൽ എഴുതും Of eternal certainty. നമ്മുടെ കർത്താവിന്റെ ശൂന്യമായ കല്ലറ നമുക്ക് നിത്യതയെ കുറിച്ച് ഉറപ്പ് തന്നതിന്റെ ജന്മസ്ഥലമാണ്. അന്ന് മുതലാണ് ആദ്യഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നമ്മളും അതിനോട് കൂടെ ലേഖനം 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുക, യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവര് എത്ര പേരുണ്ടെന്നോ? 500 പേരല്ലേ? എന്നിട്ട് പൗലോസ് പറയുക അവരിൽ ചിലരൊക്കെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. പഴയ ഒരു ലേഖനമല്ലേ അത്? അത് വായിക്കുന്ന കാലത്ത് ഈ യേശുവിനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടവരൊക്കെ ജീവിക്കുന്ന കാലത്താ ആ ലേഖനം പുറത്തിറക്കിയത്. ഹലോ, ഇത് പുരാണവും ലെജൻഡും ഒന്നുമല്ല. The closeness of the event and the closeness of the time of writing is so close. അല്ലാതെ ഒരു സംഭവം നടന്നു കഴിഞ്ഞ് കുറേ വർഷത്തിന് ശേഷം അതിന്റെ കൂടെ ഓരോന്നൊക്കെ കൂട്ടിച്ചേർത്ത് പുരാണം എഴുതിയതൊന്നും അല്ല. ദൈവത്തിന്റെ വചനം യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അപ്പോൾ യേശുവിനെ കണ്ടു. 15-ാം അധ്യായം ഒരു ചരിത്രം പോലെയാണ് അല്ലേ? എന്തൊക്കെയാ നടക്കുന്നത്? അതിൻ്റെ കൂടെ പ്രവചനമാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് മരണത്തെക്കുറിച്ച് ഭയങ്കര ഭയമാണ്. കാരണം എന്താണ്?
ഇതിനോടുകൂടെ എല്ലാം പോകും. അവരുടെ ജീവിതത്തിൽ ആകെ ഉള്ളത് ഈ ശരീരമാണ്. ഈ ശരീരത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നു. അപ്പൊ അവരുടെ വിചാരം ശരീരമാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. പിന്നെ ശരീരം എത്ര നാൾ ജീവിക്കും? 100 കൊല്ലം അല്ലേ, 120 വെച്ച്. അതാണ് നിത്യത. ഇതിന് കൊണ്ടുതരുക 120 വർഷമാണ് നിത്യത. They interpret time as eternity and body as the soul, and they are so fearful of death. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ, മരണം എന്ന തിരശ്ശീലയ്ക്കകത്തൂടെ ഒരു പാത ഒരാൾ ഒരുക്കിയെന്ന്. Because someone who opened the way through the curtain of death. അതാണ് Jesus, who is the way, who himself is the way. He prepared a reliable track for us to go. വിശ്വസിക്കാവുന്നതായ ഒരു പാതയാണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇതൊക്കെ ഒരുത്തൻ ചുമ്മാ സ്വപ്നങ്ങൾ വിളിച്ചു പറയുവാണോ? അല്ല. That track is verifiable. Only if it is verifiable, it will make sense. അങ്ങനൊരു ട്രാക്ക് ഉണ്ടോ? The reality of that track must be checked. എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? In the same way, all our claims to reality, both visible and invisible, are verified. അതുപോലെ വെരിഫൈ ചെയ്യാവുന്നതാണ് ഈ ട്രാക്ക്. ആ പാതയിലൂടെയാണ്. ഇപ്പോൾ നിത്യതയെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ ഈ ലോകത്തിലെ കാര്യങ്ങളെല്ലാം മറക്കാനും ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറിപ്പോകാനും അല്ല. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം ചിലർ ക്യാൻസർ ഒക്കെ വന്നങ്ങ് അറ്റം പറ്റി കിടക്കുമ്പോൾ വേദന എടുക്കുമ്പോൾ ഭർത്താവേ ഇങ്ങനെ പോയാൽ മതിയേ. ചിലര് വീട്ടിലെ വഴക്കും ക്രിയാവേലിയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നാട്ടിൽ അമ്മയുടെ വഴക്ക് പോവുകയുണ്ടല്ലോ, ഓ എനിക്കെങ്ങനെ സ്വർഗാടി പോയാൽ മതി എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോടലല്ല നിത്യതയെ കുറിച്ച് പറയുന്നത്. പിന്നെയോ തെളിവോടുകൂടെയാണ്. കാരണം നമുക്ക് ഈ കാലത്തിലെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ സഹായിക്കുന്നത് ഭാവിയെക്കുറിച്ചുള്ള ഉറപ്പാണ്. Because we can define future. ഭാവിയെ നമുക്ക് ശരിയായിട്ട് നിർവചിക്കാൻ കഴിയുന്നത് കൊണ്ട് ഈ വർത്തമാന കാലത്ത് എന്തിനെല്ലാം മുൻഗണന കൊടുക്കണമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. ഭാവിയെ കുറിച്ച് അവ്യക്തതയുള്ളവർക്കാണ് ഈ ലോകത്തിലെ മുൻഗണന വേറെ എന്താണെന്നൊക്കെ കൊടുക്കുന്നത്. നമ്മളെ വേറെ ഏതാണ്ടിനൊക്കെയാണ് മുൻഗണന കൊടുക്കുന്നെങ്കിൽ സ്റ്റോപ്പ് ആൻഡ് തിങ്ക്. ഭാവിയെ കുറിച്ച് നിർവചിക്കാൻ കഴിയുന്നുണ്ടോ? ഉറപ്പുണ്ടോ? We can set priorities for today because of the certainty of life beyond. And that hope must spur us to action. നമ്മളെ എളുപ്പം അങ്ങ് എടുത്തോണ്ടാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കയറി കിടക്കാനല്ല. പിന്നെയോ that hope must spur us to action. The significance of all that lies this side of death must be seriously considered. മരണം എന്ന തിരശ്ശീലയ്ക്ക് ഇപ്പുറത്തുള്ളതായ ഈ ലോക ജീവിതം ഉണ്ടല്ലോ, അതിനെക്കുറിച്ചും കാര്യമായിട്ട് ചിന്തിക്കണം. അതെന്തോ ജീവിതമാണ്? പ്രൊബേഷണറി പീരീഡ് എന്ന് പറയും. എല്ലായിടത്തും ഉണ്ടല്ലോ പ്രൊബേഷണറി പീരീഡ്. ജോലിക്ക് കയറുമ്പോൾ 5-6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 കൊല്ലത്തേക്ക് പ്രൊബേഷനാണ്. പ്രൊബേഷണറി പീരീഡ് ഉഴപ്പാൻ നിൽക്കുമോ?
ഒക്കത്തില്ല. നല്ലപോലെ ജോലി ചെയ്താലേ കൺഫർമേഷൻ കിട്ടത്തുള്ളൂ എന്ന് പറയുന്ന പോലെ എൻ്റെ എർത്തിലി എക്സിസ്റ്റൻസ് ഈസ് എ പ്രൊഫഷണൽ എക്സിസ്റ്റൻസ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ പീരീഡാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ചെയ്യണം. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടി നടക്കുകയില്ല. ഈ പ്രൊഫഷണറി പീരീഡിലെ നമുക്ക് ഈ ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്, അല്ലാതെ ജാഗ്രത നമ്മളിപ്പോൾ വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ലൈഫ് ഈസ് വർത്ത് ലിവിങ്. ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ്. എന്നാൽ ഈ പ്രൊഫഷണറി പീരീഡിന്റെ ഒരു ഭാഗമാണ് കഷ്ടതയിലൂടെയും ദുഷ്ടതയിലൂടെയും ഒക്കെയുള്ള ചില സാഹചര്യങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് പോകേണ്ടി വരും. പക്ഷെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? നമ്മുടെ വേദനയിൽ അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മോട് കൂടെ യാത്ര ചെയ്യുന്നു. നമ്മെ അവൻ ആശ്വസിപ്പിക്കുന്നു. നമുക്ക് പ്രത്യാശ കൊണ്ട് നമ്മളിൽ നിറയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവനായ കർത്താവ് തന്റെ മുഖം നേരിട്ട് കാണുന്നത് വരെ നമ്മോട് കൂടെയുണ്ട്. അതാണ്. അതിനുശേഷം നാം നിത്യതയിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ ആഗ്രഹം എന്താണ്? ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കാനാണ്. അതാണ് നാം കാണുന്നത്. നമ്മുടെ മുമ്പിലുള്ളതായ പ്രത്യാശ ഈ ലോകകാര്യങ്ങൾ കൊണ്ടങ്ങ് തീരുന്നില്ല. ഇവിടെ എന്തെല്ലാം ഉണ്ടായാലും നമുക്ക് സംതൃപ്തി തരത്തില്ല. യഥാർത്ഥ സംതൃപ്തി എന്താണ്? നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പാണ്. ആ ഉറപ്പില്ലാതെ കേവലം ലോക വിഷയമായ സമ്പന്നത മാത്രം മതി എന്ന് പറയുന്നവരെ കർത്താവ് വിളിക്കുന്നത് ലൂക്കോസ് 12:21 വിളിക്കുന്നത് മൂഢ എന്നാണ്. ആ മൂഢ എന്നുള്ള വിളിക്കല്ല, പിന്നെയോ ദൈവവിഷയമായ സമ്പന്നത. ദൈവവിഷയമായി സമ്പന്നരാകുവാൻ. അപ്പൊ ആ സമ്പന്നതയ്ക്ക് വേണ്ടി നമുക്ക് നോക്കിപ്പാർക്കാം. ആ സമ്പന്നത ഉണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറപ്പുവരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. നിത്യതയ്ക്ക് വേണ്ടിയുള്ളവരാണ്. അതേ സമയത്ത് ഈ ലോക ജീവിതകാലത്തെ നിത്യതയുടെ അടിസ്ഥാനത്തിൽ നിർവചിക്കുക. എത്ര പേരാ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കർത്താവിന് വേണ്ടിയും ജീവനെ തന്നെ സാക്രിഫൈസ് ആയിട്ട് കൊടുത്തത്? ശവക്കുഴിയോടുകൂടെ അവരുടെ ജീവിതം അവസാനിക്കുമെന്നുള്ളതിലാണോ അവർ അവരുടെ ജീവനെ കൊടുത്തത്? അല്ല, നിത്യത. നമ്മൾ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപനായി രൂപാന്തരപ്പെടുന്നത് ആ സ്വഭാവം ഏറ്റവും അധികം ആർജിച്ച് ശവക്കുഴിയിൽ അങ്ങ് അവസാനിക്കാനാണോ? അല്ല, നിത്യതയിലേക്ക് കൊണ്ടുപോകാനാണ്. മനുഷ്യന്റെ ലോങ്ങിങ് തന്നെ, അന്തർദാഹം തന്നെ നിത്യതയ്ക്ക് വേണ്ടിയുള്ളവനാണ്. അതുകൊണ്ട് കേവലം ഈ ലോകമല്ല, ഈ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചെയ്യണം. രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായിട്ട് ഭൂലോകത്തിലൊക്കെയും ഘോഷിക്കപ്പെടണം. അതിന് നമ്മുടെ ജീവിതത്തിലൂടെയും ജീവിത ശൈലിയിലൂടെയും നമ്മുടെ സാന്നിധ്യത്തിലൂടെയും ആ വിനിമയം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഞാനിന്ന് പള്ളിയിൽ മദർ തെരേസ എൻ്റെ ബൈബിളിനകത്ത് എഴുതി വെച്ച ഒരു വാചകം പറയുകയുണ്ടായി. എന്തുവാ മദർ എഴുതി തന്നത്? ജോർജ്, ഗോഡ് ജീസസ് ലവ്സ് യു. യേശു എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വലിയ സന്തോഷം തന്ന വാർത്ത. പക്ഷെ അത് കുത്തും കോമായി വിട്ടിട്ട് മദർ എഴുതിയിരിക്കുക, യു ബി ജീസസ് ടു അതേഴ്സ്. ഞാൻ ചൊല്ലുന്നുള്ള തോന്നി ഞാൻ ഒരു യേശുവിനാണ് ഞാൻ വരുന്നതാണ്. ദാറ്റ് ഈസ് എ ഹെവിലി ലോഡഡ് മെസ്സേജ്. അപ്പൊ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം we need to be Jesus to others. അതിൽ നമ്മൾ പുറവുകാരാണ്. എന്നാൽ ദൈവം നമ്മളെ ഒന്നിനൊന്നിന് മെച്ചപ്പെടുത്തുന്നവരാണ്.
അത് ലക്ഷ്യബോധത്തോടുകൂടെയാണ്. ഇതിലേക്കുള്ള ലക്ഷ്യം ശ്രേഷ്ഠകരം നാട്ടിലെ എൻ്റെ ജീവിതം. അതിനുവേണ്ടിയാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ഭാവിയെ കുറിച്ച് നിർവചിക്കാൻ കഴിയുന്നത് കൊണ്ട് എന്തിനൊക്കെ ഇന്ന് മുൻഗണന കൊടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ലൈഫ് ഹിയർ ആൻഡ് നൗ ഏറ്റവും മെച്ചമായിട്ട് ചെയ്യണമെങ്കിൽ അതിന് ലക്ഷ്യബോധം വേണം. റോമാ-8 പറഞ്ഞിരിക്കുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന, കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണത്തക്ക രീതിയിലുള്ള ഭാവിയെ കുറിച്ചുള്ളതായ ഗ്ലോറിയസ് അല്ലേ, ആ മഹത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴത്തെ കഷ്ടതകളൊന്നും സാരമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ അവസാന ദിവസമായ ഇന്ന് രാത്രിയിൽ നമുക്ക് ഉറപ്പുള്ളവരായി തീരാം. നിത്യതയെ കുറിച്ചുള്ളതായ ഉറപ്പ്. ആ ഉറപ്പ് നമ്മളെ വിളിച്ചറിയിക്കുന്നതായ ഒരു പാട്ട്, പഴയ പാട്ടാണ്. ശ്രേഷ്ഠമേറും നാട്ടിൽ എൻ്റെ വാസമാക്കുവാൻ, ശോഭയേറും വീടെനിക്ക് ഒരുക്കിയിടുന്നവൻ, കൈകളാൽ തീർക്കാത്ത ആ നിത്യപാർപ്പിടം തന്നിൽ വാണിടുന്ന നാളിനായി ഞാൻ നോക്കിപ്പാർക്കുന്നു. യേശുവോട് ചേർന്നിരിക്കുന്ന മോചനമാണ്. അന്ന് തീരും എൻ്റെ കഷ്ടം ഇന്നീ മണ്ണിലെ, അന്ന് മാറും എൻ്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്ന് തന്നെ ശുദ്ധ പാടി ആർക്കുമേ എന്നെനിക്ക് സാധ്യമോ ആ മഹൽ സമ്മേളനം. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ, നമ്മുടെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും അന്തവും പ്രത്യാശയും നമ്മുടെ കർത്താവിൻ്റെ പുനരാഗമനമാണ്. അതിനുവേണ്ടി നോക്കി പാർക്കുന്ന നാം ഇപ്പോൾ കണ്ണുകളെ അടച്ച് തലകളെ ഉണക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയിരുത്തി പറയാം. എനിക്ക് ഭാവിയെ കുറിച്ചുള്ളതായ ഉറപ്പുണ്ട്. ആദ്യപരമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഞാനും ഉയർത്തെഴുന്നേൽക്കുന്ന രീതിയിൽ ഇതാ ദൈവത്തിൻ്റെ മകനായി മകളായി ഞാൻ തീർന്നിരിക്കുന്നു. എൻ്റെ ലക്ഷ്യം അതാണ്. ശ്രേഷ്ഠമേറും ആ നാട്ടിലെ ആ വാസമാണ്. അതിനുവേണ്ടി ഞാൻ ഒരുങ്ങുകയാണ്. എൻ്റെ സകലതും ആയാസത്തോടെ ഞാൻ മുന്നേറാൻ. എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ മരണമെന്ന ദേശീയതയ്ക്ക് ഇപ്പുറത്തുള്ളതായ ജീവിതത്തെ ഏറ്റവും മെച്ചമാക്കുന്നതിനും അർത്ഥവത്താക്കുന്നതിനും ഭാവി പ്രത്യാശ നമുക്ക് ഇടയാക്കുന്ന രീതിയിൽ to set priorities of today in the light of our hope in Jesus. യേശുവിലുള്ള പ്രത്യാശയെ ആഘോഷമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം ജീവിക്കാം. നമുക്ക് ഒരുമിച്ച് ആ പാട്ട് പാടാം. ശ്രേഷ്ഠമേറും നാട്ടിലെ വാസമാണ്.
ക്രിസ്ത്യാനികളായിട്ടല്ല, പിന്നെയോ ആ നിത്യതയെ കുറിച്ചുള്ള ഉറപ്പോടുകൂടെ നിത്യതയുടെ ജന്മസ്ഥലമായി അവിടുത്തെ ഒഴിഞ്ഞ കല്ലറ ഇപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ കർത്താവേ. അതിൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ധൈര്യപ്പെട്ട് മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് തടസ്സമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലുള്ളതൊക്കെ മാറ്റിക്കളയണമേ. തെറ്റായിട്ടുള്ള മുൻഗണന കൊടുത്തതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ശരിയായ മുൻഗണന കൊടുക്കുവാൻ, ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടതയും ദുഷ്ടതയും ഉള്ളതായ ലോകത്തിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ കൊള്ളുമെന്ന് പറഞ്ഞവനായ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ വരവിനായി നോക്കി പാർക്കുന്നു. അതിനായിട്ട് ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഞങ്ങള് കർത്താവെ മനുഷ്യനായിട്ട് കൂടി വരുന്നത് ഞങ്ങൾ കൂടുതൽ ഉറപ്പോടും ധൈര്യത്തോടും കൂടെ നിന്റെ വയസ്പ്രദേശത്ത് വേല ചെയ്യുവാൻ കൊള്ളാവുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ക്യാരക്ടർ ക്വാളിറ്റി, ആ സ്വഭാവ ഗുണമേന്മയൊന്ന് വർദ്ധിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം ലഭിച്ചാലും അങ്ങയുടെ സ്വഭാവ ഗുണമേന്മയോട് കൂടിയ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ, പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. അതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഇരിക്കാം.